ത്രിയേക ദൈവത്തിന് സ്തുതി. തിരുസഭ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധ മാതാവിനെ പറ്റി ചിന്തിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ഈ അവസരത്തിനായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ സഭ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിനങ്ങളിൽ സഭയുടെ കാനോനിക നോമ്പായ ശൂനോയോ അഥവാ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് നോമ്പ് കൊണ്ടാടുന്നു. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മ, സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ, ഭാഗ്യവതി, താഴ്മയുടെ നിറകുടമായിരുന്ന ദൈവമാതാവ് ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടതിൻ്റെ സ്മരണ കൊണ്ടാടുന്ന 15 ദിനങ്ങൾ. പരിശുദ്ധ സഭ പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവം തൻ്റെ പുത്രന് അമ്മയായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ മാതാവിനെ നമുക്ക് കാട്ടിത്തരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവമാതാവിനെ പറ്റിയുള്ള അനേകം പരാമർശങ്ങൾ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സമാഗമന കൂടാരമായും നിയമപ്പെട്ടകമായും മന്ന ഇട്ടുവെച്ച ചെപ്പായും കുഞ്ഞാടിനെ നൽകിയ വൃക്ഷമായും അഹറോന്റെ തളിർത്ത വടിയായും മോശ കണ്ട മുൾപ്പടർപ്പായും യാക്കോബ് കണ്ട ഗോവേണിയായും ഉപമിച്ചിരിക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൽ കാണുന്നു സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിലെ രാജകുമാരി. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം വെച്ച സ്ത്രീ, അവൾ സകല ജാതികളെയും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. 45-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ അവിടുത്തെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീത്തങ്കം അണിഞ്ഞു നിൽക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനെല്ലാം ഉപരി പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന മാതൃകയെ നാം ഉൾക്കൊള്ളുവാനും ആ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിപ്പാനും നമുക്ക് സാധിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവഭക്തിയുടെയും ഉറച്ച വിശ്വാസത്തിൻ്റെയും താഴ്മയുടെയും നിറകുടമായ മറിയത്തെ ഫലപ്രദമായ ഫലം പുറപ്പെടുവിപ്പാനും അതുമൂലം സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതിയായ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാനും ദൈവം കടാക്ഷിച്ചു. അവൾ പരിശുദ്ധാത്മാവിനാൽ ലോകരക്ഷകനായ കുഞ്ഞാടിനെ ഗർഭം ധരിച്ചു. വിശുദ്ധ ലൂക്കോസ് 1:42 വാക്യത്തിൽ മറിയത്തെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുകയും അവൾ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ പുകഴ്ചയിൽ അഹങ്കരിക്കാമായിരുന്ന അമ്മ, എന്നാൽ താഴ്മയുടെ നിറകുടമായി അവളുടെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അവളുടെ ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കുകയും ചെയ്തു. 49-ാം വാക്യത്തിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ എന്ന് പറയുകയുണ്ടായി. ലോകരക്ഷകനായ രാജാവിനെ ഉദരത്തിൽ വഹിക്കുമ്പോഴും താഴ്മയുടെ നിറകുടമായവൾ, വേദനയുടെ നടുവിലും ദൈവത്തെ സ്തുതിച്ചവൾ, ആ മാതാവിനെ നമുക്കായി യേശു തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. ഓരോ ശൂനോ നോമ്പും മർത്തമറിയമ്മമാരായ നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുനോട്ടത്തിനുള്ള അവസരമാകട്ടെ. ഞാനെന്ന ഭാവം വെടിഞ്ഞ് ദൈവമാതാവിനെ പോലെ താഴ്മയുടെ, സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ വഴിയെ സ്വീകരിക്കുവാനും ദൈവപുത്രനെ വഹിപ്പാൻ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസ്നേഹത്തിൽ നിലനിൽപ്പാനും പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും പ്രകാശിപ്പാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഈ നോമ്പ് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരത്തിൽ ഡാലസ്, ഒക്ലഹോമ, ഡെൻവർ റീജിയണൽ വൈസ് പ്രസിഡന്റ് തമ്പാൻ വർഗീസ് അച്ഛനെയും പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി ചിന്തിപ്പാൻ അവസരം നൽകിയ പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയെയും റീജിയണൽ സെക്രട്ടറി പ്രിയ മാത്യൂസിനെയും MMBSന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. താങ്ക് യു.